കുറച്ചധികം സയന്റിസ്റ്റുമാര് ഒരു ഐലൻഡിൽ പാമ്പുകളെ വെച്ച് എക്സ്പെരിമെന്റ് നടത്താനായിട്ട് തുടങ്ങി. ഈ എക്സ്പെരിമെന്റിന്റെ ഫലമായിട്ട് പാമ്പുകളുടെ സൈസ് കൂടാനായിട്ട് തുടങ്ങി. ഇതിനെയെല്ലാം വളർത്തുന്നത് ഒരു ഐലൻഡിലാണ്. അങ്ങനെ ഒരു ദിവസം ഈ പാമ്പുകളെല്ലാം ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറാനായിട്ട് തുടങ്ങി. സയന്റിസ്റ്റുമാർക്കൊന്നും കാര്യം മനസ്സിലാവത്തില്ല. എല്ലാ പാമ്പുകളും കൂടെ ഈ സയന്റിസ്റ്റിനെയൊക്കെ കൊന്നിട്ട് ആ ഐലൻഡിന്റെ പുറത്തോട്ട് പോകും. പുറത്ത് സാധാരണപ്പെട്ട മനുഷ്യരൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഈ എക്സ്പെരിമെന്റിനെ പറ്റിയൊന്നും അറിയാത്ത മനുഷ്യര് ഒരു ബോട്ടിൽ വരുന്നുണ്ടായിരുന്നു. ആ ബോട്ടിൽ തന്നെ ബോട്ടല്ല, ഒരു ഷിപ്പാണ്. ആ ഷിപ്പിൽ തന്നെ നമ്മുടെ ഹീറോയും ടീംസും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ ആക്രമിക്കാനായിട്ട് കുറെ അധികം പാമ്പുകൾ ചെല്ലും. വലുപ്പമുള്ളതും വലുപ്പം ഇല്ലാത്തതും അങ്ങനെ കുറെ അധികം പാമ്പുകൾ. ഇതിൽ നിന്ന് നമ്മുടെ ഹീറോയും ടീംസും എങ്ങനെ രക്ഷപ്പെടും? അല്ലെങ്കിൽ ഈ പാമ്പുകൾ അവരെ കടിച്ചു കൊന്നു കാണോ? എന്തുകൊണ്ടായിരിക്കും ഈ പാമ്പുകൾ ഇത്രയധികം വളരാനായിട്ട് തുടങ്ങിയത്? അവരാരാണ് ആ ഐലൻഡിലോട്ട് എത്തിച്ചത്? ആ ഐലൻഡിൽ എന്ത് എക്സ്പെരിമെന്റ് ആണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2022 പുറത്തിറങ്ങിയ ഡീപ് സീ മ്യൂട്ടന്റ് സ്നേക്ക് എന്ന മൂവിയാണ്. കഥയിലോട്ട് പോണേന് മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. എന്നാ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ ഒരു ഐലൻഡ് ആണ് കാണിക്കുന്നത്. ആ ഐലൻഡിലോട്ട് 2 ഹെലികോപ്റ്ററുകൾ വരുന്നുണ്ട്. അതേ നേരം തന്നെ ആ ഐലൻഡിൽ കുറച്ച് റോഡുകളുണ്ട്. ആ റോഡിൽ കൂടെ കുറച്ചധികം ട്രക്കിൽ എന്തോ കൊണ്ടുപോകുന്നുണ്ട്. ഈ കൊണ്ടുപോകുന്ന നേരത്ത് ഒരു പാമ്പ് ആ ട്രക്കിന് കുറുകു ചാടുന്നുണ്ട്. എന്നാൽ അറിയാതെ തന്നെ ആ വണ്ടി പാമ്പിന്റെ ദേഹത്ത് കയറുകയാണ്. എന്നാൽ ആ പാമ്പ് കുറച്ചു നേരം ചത്തു കിടക്കുമെങ്കിലും പിന്നീട് അത് തല പൊക്കി എന്തോ പ്രാന്തായതുപോലെ നമ്മളെ നോക്കുകയാണ്. അങ്ങനെ വീണ്ടും ഹെലികോപ്റ്റർ കാണിക്കുകയാണെങ്കിൽ ആ ഐലൻഡിൽ ആ ഹെലികോപ്റ്റർ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് വലിയൊരു ബിസിനസ്സുകാരൻ പുറത്തോട്ടിറങ്ങി വരികയാണ്. അയാളുടെ കൂടെ തന്നെ 2 ലേഡി ബോഡി ഗാർഡ്സും പിന്നെ വേറെ കുറച്ച് ബോഡി ഗാർഡ്സും ഉണ്ട്. അവര് നടന്ന ലാബിന്റെ അകത്തോട്ട് കയറി ചെല്ലും. ആ ഐലൻഡിൽ തന്നെ കുറച്ചധികം ലാബുകളുണ്ട്. ഇതേ നേരം കുറച്ച് ട്രക്കുകൾ ഇവിടെ നിന്ന് പോയില്ലായിരുന്നു. ആ ട്രക്കിനുള്ളിൽ എന്താണെന്ന് കാണിച്ചാൽ കുറെ അധികം പാമ്പുകളാണ്. പല സൈസിലും വലുപ്പത്തിലുള്ള പാമ്പുകൾ. ഇതിനെല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു കുഴിയിലോട്ട് തുറന്നു വിടുകയാണ്. ഈ പാമ്പുകൾക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല, എല്ലാം ചത്ത മട്ടാണ്. ഇതിനെല്ലാം എക്സ്പെരിമെന്റിന് ശേഷമാണ് ഈ കുഴിയിൽ കൊണ്ടുവന്ന് തട്ടിക്കളയുന്നത്. അങ്ങനെ ഈ ബിസിനസ്മാൻ ഇവരുടെ ഏറ്റവും വലിയ പരീക്ഷണമായിട്ടുള്ള ഒരു പാമ്പിന്റെ അടുത്ത് വരും. ആ പാമ്പിനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഈ ബിസിനസ്സുകാരൻ വരെ ഒന്ന് പേടിച്ചു പോവാണ്. അവിടെ ഒരു സയന്റിസ്റ്റ് വന്ന് പറയും, ഈ പാമ്പ് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, ഇത് കൈവിട്ട് പോവാണെങ്കിൽ ഈ ലോകം തന്നെ അത് നശിപ്പിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഈ പാമ്പിനെ നശിപ്പിച്ച് കളയുന്നതാണ് നല്ലത്, അല്ലാതെ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് പറയുമ്പോൾ ബിസിനസ്മാനും അത് കറക്റ്റാണെന്ന് തോന്നും. അത് അത്രയും വലുപ്പമുള്ള ഒരു പാമ്പാണ്. അതുകൊണ്ട് തന്നെ അതിനെ നശിപ്പിക്കാനായിട്ട് ബിസിനസ്സുകാരൻ തന്നെ ഒരു സ്വിച്ച് പിടിച്ച് ഞെക്കും. ആ സ്വിച്ച് ഞെക്കിയതും കുറച്ചധികം ഇഞ്ചക്ഷൻ വന്ന ആ പാമ്പിന്റെ ദേഹത്ത് കയറുകയാണ്. അത് കയറിയതും പാമ്പാകെ ഭ്രാന്ത് പിടിച്ചതുപോലെ അലറാനായിട്ട് തുടങ്ങും. പക്ഷെ അത് ചത്തു പോകുന്നില്ല. ബിസിനസ്സുകാരന് മനസ്സിലാവത്തില്ല ഇതെന്തുകൊണ്ടാണ് ചാവാത്തതെന്ന്. എന്നാൽ ആ പാമ്പാണെങ്കിൽ ഇങ്ങനെ കിടന്ന് അലറുകയാണ്. ഈ കൊലവിളി നേരത്തെ കൊണ്ടുപോയ പാമ്പുകൾ കേൾക്കുന്നുണ്ട്. ട്രക്കിൽ കുറച്ചധികം പാമ്പുകളെ കൊണ്ടുപോയില്ലായിരുന്നു. ആ പാമ്പുകൾ കേൾക്കുന്നുണ്ട്. എല്ലാം കൂടെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആ കുഴിയിൽ നിന്ന് കയറി വരും. അതിൽ കുറച്ച് ആൾക്കാർ ആ പാമ്പിനെ നശിപ്പിക്കാനായിട്ട് അതിന്റെ ദേഹത്തോട്ട് തീ അടിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും അതിന് ഏൽക്കുന്നില്ല. പാമ്പുകളെല്ലാം കൂടെ പുറത്തോട്ട് വന്നിട്ട് ഈ ഒരു പട്ടാളക്കാരെ എല്ലാരും കൂടെ കടിച്ചു കീറി കൊന്നു കളയാണ്. അതിൽ കുറച്ചു പേരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. വീണ്ടും ഈ വലിയ പാമ്പിനെ കാണിക്കുകയാണെങ്കിൽ വലിയ പാമ്പിനെ കൊല്ലാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അത് അലറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരൻ പുതിയൊരു ഐഡിയ പുറത്തെടുക്കും. ഒരു സ്വിച്ച് കൂടെ പിടിച്ച് ഞെക്കുമ്പോൾ കുറെ അധികം തീ ആകാശത്തോട്ട് പറക്കാനായിട്ട് തുടങ്ങും. അത് പാമ്പിന്റെ ദേഹത്ത് തട്ടുന്നുണ്ട്. എന്നാൽ ആ പാമ്പ് ആ തീ അടിച്ചിട്ടും ചത്തുപോകുന്നില്ല. അത് വീണ്ടും കിടന്ന് അലറാനായിട്ട് തുടങ്ങും. അതിന്റെ തലയിട്ട് ആ ചില്ലിൽ അടിക്കുകയാണ്, അത് പൊട്ടിച്ച് പുറത്തോട്ട് വരാനായിട്ട്. ഇത് മനസ്സിലാക്കുന്ന ബിസിനസ്സുകാരൻ പേടിച്ച് നിൽക്കുമ്പോൾ ആ 2 ലേഡികള് ബിസിനസ്സുകാരനെയും പിടിച്ച് അവിടെ നോടാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഇത് പുറം ലോകം അറിയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നമാണ്. അപ്പൊ പുറം ലോകത്തോട്ട് ഡീറ്റെയിൽസ് ഒന്നും എത്തിപ്പെടാതിരിക്കാനായിട്ട് ആ ലാബ് എല്ലാം നശിപ്പിച്ച് കളയുന്നുണ്ട്. കൂടെ തന്നെ അവിടെ വർക്ക് ചെയ്തിരുന്ന സയന്റിസ്റ്റുമാരെയും കൊല്ലും. ഈ ബിസിനസ്സുകാരന് സയന്റിസ്റ്റുമാരുടെ ജീവനൊന്നും വലിയ വിലയില്ല, അതുകൊണ്ട് എല്ലാരെയും കൊല്ലുകയാണ്. ഈ ബിസിനസ്സുകാരന്റെ ബോഡി ഗാർഡ്സിനെ വെച്ചാണ് ഈ സയന്റിസ്റ്റുമാരെയൊക്കെ കൊല്ലുന്നത്. ഈ നേരം ബിസിനസ്സുകാരൻ ഓടി പോകുന്നുണ്ട്. എന്നാൽ ഈ പട്ടാളക്കാരകത്തങ്ങനെ നിൽക്കുകയാണ് ഓരോ ആൾക്കാരെയും തീർക്കാനായിട്ട്. അവിടെ തന്നെ വലിയൊരു ജഹാറുണ്ട്. ഒരു ചില്ല് കുപ്പി എന്ന് വേണമെങ്കിൽ പറയാം. വലിയൊരു ചില്ല് കുപ്പി. അതിനകത്ത് വലിയൊരു പാമ്പിനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ആ വലിയ പാമ്പിന്റെ അലർച്ച കേട്ടതും ആ ചില്ലിൽ ഇട്ട് വെച്ചേക്കുന്ന വലിയ പാമ്പ്, ഈ പാമ്പ് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആ ചില്ല് പൊട്ടിച്ച് താഴോട്ട് ചാടും. ആ പട്ടാളക്കാരെ എല്ലാരെയും കൊന്നുകളയാണ് ആ ഒരു പാമ്പ്. അതേപോലെ നമ്മൾ നേരത്തെ ഒരു വലിയ പാമ്പിനെ കണ്ടില്ലേ? ആ പാമ്പാണെങ്കിൽ അതിന്റെ ചങ്ങലെല്ലാം പൊട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കണ്ണിൽ അത്രയധികം വൈരാഗ്യമുണ്ട്. എല്ലാത്തിനെയും തീർക്കും എന്നുള്ള മട്ടാണ്. ഈ നേരം ബിസിനസ്സുകാരും അവരുടെ സെക്യൂരിറ്റീസും പുറത്തു വന്നിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെട്ടു പോകാനായിട്ട്. ബിസിനസ്സുകാരൻ പോണേ മുമ്പ് ആ 2 ലേഡീസിനോട് ഈ ഐലൻഡിലുള്ള എല്ലാ വിവരങ്ങളും നശിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അത് നശിപ്പിക്കാനായിട്ട് ഈ 2 ലേഡീസും കുറച്ചധികം പട്ടാളക്കാരും ആ ഒരു കാട്ടിലോട്ട് ഓടിപ്പോവും. ബിസിനസ്സുകാരൻ ഹെലികോപ്റ്ററിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ലേഡീസും പട്ടാളക്കാരും കൂടെ ആ കാടിനുള്ളിലോട്ട് പോകുമ്പോൾ കുറച്ചധികം പാമ്പുകൾ അവരെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. ചെറിയ പാമ്പുകളാണ്. ആ പാമ്പുകൾ വന്ന് പട്ടാളക്കാരെ ആക്രമിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ലേഡീസ്
എങ്ങനെയെങ്കിലൊക്കെ ഓടി രക്ഷപ്പെട്ട് വേറൊരു സ്ഥലത്ത് വരും. ഇവരെങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ നിൽക്കുമ്പോഴായിരിക്കും ഒരു പാമ്പ് വന്ന് അതിലൊരു ലേഡീനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ മറ്റേ ലേഡി കാല് വെച്ച് ആ പാമ്പിനെ ചവിട്ടി നിർത്തും. ഇവരൊക്കെ പ്രൊഫഷണൽ ഫൈറ്റേഴ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പാമ്പിന്റെ കൂടെയും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങോട്ട് കുറെ അധികം പാമ്പുകൾ വരുമ്പോൾ തോക്കെടുത്ത് അതിനെല്ലാം ഷൂട്ട് ചെയ്യും. എന്നാൽ തോക്കിന്റെ ഉണ്ട തീർന്നതിന് ശേഷം കത്തിയെടുത്ത് എല്ലാത്തിനെയും കൊല്ലാനായിട്ട് തുടങ്ങും. അങ്ങനെ അവർ കൊന്നതിനു ശേഷം പെട്ടെന്ന് തന്നെ ആ വലിയൊരു പാമ്പ് അങ്ങോട്ട് വരികയാണ്. ഇവിടെ തന്നെ കുറെ അധികം വലിപ്പമുള്ള പാമ്പുകളുണ്ട്. അതിലേതൊരു പാമ്പാണ് ഇവരുടെ അടുത്തോട്ട് വന്നേക്കുന്നത്. ഇവർ ഈ പാമ്പ് വരുമെന്നുള്ള വിചാരം ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നായപ്പോ ഒന്ന് പേടിച്ചു പോയി. കൂടെ നിൽക്കുന്ന ഒരു ലേഡി തെറിച്ചു പോവാണ്. അതുപോലെ തന്നെ മറ്റേ ലേഡിയാണ് ആക്രമിച്ചത്. രണ്ടുപേരും തെറിച്ച് രണ്ട് ദിശയിൽ വീഴുന്നുണ്ട്. ഒരു ലേഡിയുടെ ദേഹത്ത് ഒരു കമ്പ് കൊണ്ട് കയറി മുറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അനങ്ങാനായിട്ട് പറ്റുന്നില്ല. വീണ്ടും ആ പാമ്പ് ഈ മുറിവേറ്റ് കിടക്കുന്ന ലേഡീനെ ആക്രമിക്കാനായിട്ട് ചെല്ലുമ്പോൾ മറ്റേ ലേഡി കത്തിയായിട്ട് അതിനെ കുത്താനായിട്ട് ചാടി വീഴും. പക്ഷെ ആ പാമ്പിന് എന്ത് മനുഷ്യര് ആ ഒരു ലേഡീനെ തട്ടി ദൂരോട്ട് തെറിപ്പിക്കും. ചെന്ന് വീണതും കൂട്ടുകാരീനെ നോക്കാണ് അവൾക്ക് എന്ത് പറ്റിക്കാണോന്ന്. നോക്കുമ്പോൾ അവളെ കുറെ അധികം പാമ്പുകള് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൾക്ക് രക്ഷയില്ല. അവൾക്ക് മനസ്സിലായി അവളുടെ മരണം അടുത്തെത്തിക്കഴിഞ്ഞു എന്ന്. കാരണം ശബ്ദം കേൾക്കാം, ആ വലിയ പാമ്പിന്റെ ശബ്ദം കേൾക്കാം. പാമ്പ് അവളെ പെട്ടെന്ന് തന്നെ പൊക്കിയെടുക്കുകയാണ്. അതിന്റെ വാല് വെച്ച് അവളെ ചുരുട്ടി പിടിക്കുന്നുണ്ട്. എന്തായാലും അവളുടെ മരണം അവൾക്ക് ഉറപ്പായി. ആ വലിയ പാമ്പ് വന്ന് ആ ലേഡിയുടെ തല കടിച്ചെടുക്കുകയാണ്. അവിടെ വെച്ച് തന്നെ അവള് മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇതേ നേരത്തെ ട്രക്കിൽ കയറി രക്ഷപ്പെടാനായിട്ട് രണ്ട് പട്ടാളക്കാർ നോക്കിയില്ലായിരുന്നോ? അവര് ട്രക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടിയുടെ മുകളിൽ തന്നെ ഒരുത്തൻ തോക്കെടുത്ത് പാമ്പിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കുഞ്ഞു കുഞ്ഞു പാമ്പുകൾ അവനെ കടിക്കുകയും ചെയ്യും. കുറച്ചധികം പാമ്പുകൾ വണ്ടിയിനുള്ളിലും വന്ന് വീഴും. രണ്ടിനെയും കടിച്ചു കൊല്ലുകയാണ്. ഈ ട്രക്ക് കൺട്രോൾ തെറ്റി കൊക്കയിൽ ചെന്ന് മറിയും. അതേപോലെ തന്നെ വേറെ രണ്ട് പട്ടാളക്കാര് എങ്ങനോ കരയ്ക്ക് വന്നിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ട്. അവിടെ നിന്ന് ഒരു സേഫ് ബോട്ട് എടുത്തിട്ട് ആ ബോട്ടിൽ കയറി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ബോട്ടിൽ കയറി തുഴഞ്ഞു പോകുമ്പോഴാവട്ടെ എന്തോ ഒരു കുലുക്കം അനുഭവപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ ഈ ബോട്ട് ആകാശത്തോട്ട് കുതിക്കും. എന്നിട്ടൊരു പാമ്പ് വന്ന് ആ ബോട്ട് ഉൾപ്പെടെ കടിച്ചെടുക്കുകയാണ്. അവന്മാരുടെ കാര്യത്തിലും തീരുമാനമായി. കട്ട് ചെയ്താൽ ഒരു ഷിപ്പാണ് കാണിക്കുന്നത്. ആ ഷിപ്പിൽ തന്നെ നമ്മുടെ ഹീറോ ഉണ്ട്. ഹീറോ ആരോ തിരക്കി നടക്കുകയാണ്. ഹീറോ അറിയാതെ തന്നെ അവന്റെ ഫോട്ടോ ആരൊക്കെയോ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു മനുഷ്യനെ കാണിക്കുകയാണ്. അവനെ വലിയൊരു ബോസ് പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അവൻ എന്തൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ ബോസിന്റെ അടിയാള് അവനെ പൊതിരേ തല്ലുന്നുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്ന് അവൻ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ബോസ് കാര്യമാക്കുന്നില്ല. അന്നേരമായിരിക്കും നമ്മുടെ ഹീറോ വരുന്നത്. ഹീറോന്റെ പേര് ജിമ്മി എന്നാണ്. ജിമ്മി വന്നിട്ട് അവൻ എന്റെ ആളാണ്, അവനെ തൊടല്ലെന്ന് പറയും. എന്നിട്ട് ആ ബോഡി ഗാർഡുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഈ ഫൈറ്റിന്റെ ഇടയിൽ തന്നെ ജിമ്മിയുടെ ബാഗ് ഉണ്ടല്ലോ അത് തെറിച്ച് ഈ ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി വീഴും. അവനെ നമുക്ക് സ്റ്റൈലൻ എന്ന് പറയാം. അവൻ ജിമ്മിയുടെ ബാഗ് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും പിന്നെ ഏതോ ഒരു കമ്പനിയുടെ വിവരങ്ങളും ഉണ്ട്. ഇത് കണ്ട ഉടനെ ഈ സ്റ്റൈലൻ പേടിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. സ്റ്റൈലൻ അവിടെ നോടാനായിട്ട് ശ്രമിക്കുമ്പോൾ ജിമ്മി സ്റ്റൈലനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. ഈ പിടിവലി നടക്കുമ്പോൾ സ്റ്റൈലന്റെ ഷർട്ട് ഊരിപ്പോവും, അതുപോലെ തന്നെ നിക്കർ ഊരിപ്പോവും. എന്നാൽ ജിമ്മിക്ക് സ്റ്റൈലനെ പിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ബോഡി ഗാർഡ് ജിമ്മിനെ പിടിക്കുകയാണ്. എന്നാൽ ജിമ്മി ആണെങ്കിൽ ആ ബോഡി ഗാർഡുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം ഷിപ്പിനുള്ളിൽ ആരും അറിയാതെ ക്യാബിന്റെ ഉള്ളിൽ ആരോ കയറുന്നുണ്ട്. ഷിപ്പ് കൺട്രോൾ ചെയ്യുന്ന ക്യാബിനുള്ളിൽ അതിനകത്ത് ആരോ ഒരാൾ കയറിയിട്ട് അതിനകത്തുള്ള രണ്ട് ക്യാപ്റ്റന്മാരെയും കൊന്നിട്ട് ഷിപ്പിന്റെ ദിശ മാറ്റി വിടുകയാണ് ഏതോ ഒരു ഐലൻഡിലോട്ട്. ഇയാൾ ആരാന്നും നമ്മളെ കാണിക്കുന്നില്ല. എന്തായാലും ബോഡി ഗാർഡിനെ അടിച്ചിട്ടിട്ട് മറ്റേ സ്റ്റൈലന്റെ പിന്നാലെ ജിമ്മി പോവാനായിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് വേറൊരുത്തം വരുന്നുണ്ട്. അവൻ വന്നിട്ട് ജിമ്മിയായിട്ട് അടി ഉണ്ടാക്കാനായിട്ട് പോകുമ്പോൾ അപ്പോഴാണ് ജിമ്മിയുടെ മുഖം അവൻ കാണുന്നത്. ഇവര് തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. അത് ജിമ്മിയുടെ കൂട്ടുകാരനാണ്. ജിമ്മി പറയും, ഇപ്പൊ എനിക്ക് സമയമില്ല, ഞാൻ നിന്നോട് വന്നിട്ട് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് അവിടെ നോടാനായിട്ട് തുടങ്ങും. സ്റ്റൈലൻ ഓടി ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ തന്നെ ആൾക്കാർ ഡ്രസ്സൊക്കെ ഊരിട്ടിട്ട് പാർട്ടി ആഘോഷിക്കുകയാണ്. അതിലേതൊക്കെയോ ഡ്രസ്സ് എടുത്ത് അടിച്ചു മാറ്റി അവിടെ നിന്ന് താഴോട്ടിറങ്ങി ചെല്ലും. ജിമ്മി പിന്നാലെ വന്ന് നോക്കുമെങ്കിലും സ്റ്റൈലനെ കാണാനില്ല. സ്റ്റൈലെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് താഴോട്ടിറങ്ങി വരുമ്പോൾ ജിമ്മി പെട്ടെന്ന് തന്നെ അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ജിമ്മിനെ കണ്ടതും പേടിച്ചു പോകും. എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് കരാട്ട അറിയാം, നിന്നെ അടിക്കുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ജിമ്മി അവനിട്ട് ഒറ്റ ഇടിയാണ്. ഒരു ഇടി കിട്ടിയതോടെ സ്റ്റൈലൻ അവനറിയാവുന്ന സത്യങ്ങളൊക്കെ പറയും. അതായത് എന്തോ ഒരു കാർസി എന്ന് പറയുന്ന കമ്പനിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു പെൺകുട്ടീനെയും കാണാതെ പോയിട്ടുണ്ട്. അത് ജിമ്മിയുടെ പെൺകുട്ടിയാണ്. പക്ഷേ ഈ സ്റ്റൈലന് കാർസി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ എതിർത്ത് നിൽക്കാനായിട്ടുള്ള ധൈര്യമില്ല. എനിക്ക് കാർസിനെ എതിർത്ത് നിൽക്കാനായിട്ട് കഴിയത്തില്ല, എനിക്ക് ഐലൻഡിലോട്ട് വരാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ബോട്ട് ഒന്ന് കുലുങ്ങാണ്. അതായത് ആ ഷിപ്പ് ഒന്ന് കുലുങ്ങാണ്. ഷിപ്പ് കുലുങ്ങിയതോടെ ജിമ്മി വീഴാനായിട്ട് പോകും. ഈ ഒരു സമയം മുതലെടുത്തുകൊണ്ട് സ്റ്റൈലൻ ആണെങ്കിൽ അവിടെ നോടി രക്ഷപ്പെട്ടു പോവാണ്. ജിമ്മി അവന്റെ പിന്നാലെ പോകുന്നില്ല. അങ്ങനെ നിൽക്കുന്ന നേരം അവന്റെ ഫോട്ടോ ആരോ എടുക്കുന്നുണ്ട്. ഉടനടി ആ ക്യാമറ താഴെ വന്ന് വീഴുന്നുണ്ട്. അതെടുക്കാനായിട്ട് പിന്നാലെ ഒരു പെൺകുട്ടി ഇറങ്ങി വരും. ആ പെൺകുട്ടി വന്നിട്ട് ക്യാമറ എടുക്കുകയാണ്. ആ പെൺകുട്ടിയാണ് നമ്മുടെ കഥയുടെ ഹീറോയിൻ. അവളുടെ പേര് ഷിൻ എന്നാണ്. ഷിൻ ജിമ്മിനെ കണ്ട ഉടനെ ഹലോ പറയും. അവളുടെ ക്യാമറ എടുക്കുകയാണ്. എന്നാൽ ജിമ്മിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് അവളുടെ കയ്യിലിരിക്കുന്ന ആ ക്യാമറ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവളുടെ അടുത്ത് ചെന്ന് ആ ക്യാമറ തട്ടിപ്പറിച്ച് നോക്കുകയാണ്. നോക്കുമ്പോൾ അവന്റെ ഫോട്ടോ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട്. നീ എന്തിനാ എന്റെ ഫോട്ടോ എടുത്തത്? അതെല്ലാം ഡിലീറ്റ് ആക്കണമെന്ന് പറയുമ്പോൾ അവൾ കേൾക്കില്ല. നിങ്ങളെ കാണാൻ മോഡൽ പോലുണ്ട്, അതുകൊണ്ട് എടുത്തതാന്ന് കള്ളം പറയും. പക്ഷെ അത് കള്ളമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അവൻ അവളുടെ കൈ മുറുകെ പിടിച്ചിട്ട് അവളെ വേദനിപ്പിച്ചിട്ട് ചോദിക്കും, എന്തിനാ
എന്തിനാണ് നീ ഈ ഒരു ഫോട്ടോ എടുത്തതെന്ന്. എന്നാൽ അവൾ പറയുന്നില്ല. അവസാനം പേടിച്ച് പറയും. അവൾ ഈ കാർസി ഗ്രൂപ്പിന്റെ പിന്നാലെയാണ്. അവളൊരു റിപ്പോർട്ടറാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. ജിമ്മി അതുകൊണ്ട് തന്നെ അവളെ വേദനിപ്പിക്കുന്നൊന്നുമില്ല. അവൻ അവിടെ നിന്ന് മാറിപ്പോവാണ്. എനിക്ക് നിന്റെ ഫോട്ടോ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ക്യാമറയിലുള്ള ഫോട്ടോയും ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. ഈ നേരം ഒരുത്തനാണെങ്കിൽ കാർ പാർക്കിങ്ങിൽ വന്നിട്ടുണ്ട്. ആ കാർ പാർക്കിങ്ങിൽ തന്നെ വലിയൊരു പണക്കാരൻ കാറിൽ 2 പെൺകുട്ടികളെയും കൊണ്ട് സ്നേഹിക്കുകയാണ്. ഈ ഒരു വീഡിയോ അവൻ ആരും അറിയാതെ എടുക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ കാറിലിരുന്ന ആൾക്കാർക്ക് എന്തോ പറ്റുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ കാണിക്കുമ്പോൾ പാമ്പുകളാണ് ആ 2 മനുഷ്യരെ കൊന്നു കളഞ്ഞത്. 2 അല്ല 3 മനുഷ്യരുണ്ട്. എന്നാൽ അവൻ എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഇത്രയും നേരം ആ കാറിനകത്തൊരു അനക്കം ഉണ്ടായിരുന്നു. എന്നാൽ അനക്കം ഇല്ല ഇപ്പോ. അതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് അറിയാനായിട്ട് അവൻ പതിയെ പതിയെ മുമ്പോട്ട് ചെല്ലും. എന്നാൽ പെട്ടെന്ന് തന്നെ എന്തോ ഒരു ജീവി അവനെ കടിച്ചെടുത്തോണ്ട് പോവാണ്. അതേപോലെ ഷിപ്പിന്റെ മുകളിൽ കാണിക്കുവാണെങ്കിൽ ഒരു ലേഡി ബെഡ്ഷീറ്റ് മാറ്റും. ബെഡിന്റെ ബെഡ്ഷീറ്റ് അത് മാറ്റിയതും ഒരു പാമ്പ് അവിടെ അങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് ചാടി ആ ലേഡിയുടെ കഴുത്തിൽ കടിക്കുകയാണ്. പിന്നെ വേറെ കുറെ പാമ്പുകൾ വന്ന് ആ ലേഡീനെ കടിച്ച് നശിപ്പിച്ച് കളയാണ്. വേറൊരു കാര്യം നമ്മളെ കാണിക്കുകയാണെങ്കിൽ ആ ഷിപ്പിലോട്ട് കുറച്ചധികം പാമ്പുകൾ കേറി വരുന്നുണ്ട്. ആ കടൽ കാണിക്കുകയാണെങ്കിൽ ആ കടലിൽ തന്നെ കുറേയധികം പാമ്പുകളുണ്ട്. ഇതെല്ലാം കൂടെ ആ ഷിപ്പിൽ കയറി വരുന്നുണ്ട്. ഷിപ്പിൽ കയറി വന്നിട്ട് പാമ്പുകൾ വെറുതെ ഇരിക്കുന്നൊന്നുമില്ല. ആ ഷിപ്പിലുള്ള ഓരോ മനുഷ്യരെയായിട്ട് കടിച്ചു കൊന്നു കളയാണ്. ഇതേ നേരം ജിമ്മി ഇതൊന്നും അറിയാതെ ഷിപ്പിൽ കൂടെ നടക്കുമ്പോൾ അവന്റെ പിന്നാലെ ഷിന്നും വരുന്നുണ്ട്. ഷിൻ വന്നിട്ട് അവനോട് ചോദിക്കും, നമുക്ക് ഒരുമിച്ച് കാർസീനെ പറ്റി അന്വേഷിക്കാന്ന്. എന്നാൽ അവൻ ഇതിനെ പറ്റിയൊന്നും താല്പര്യമില്ല. ഇവർ രണ്ടുപേരും നോക്കുമ്പോഴാവട്ടെ ദൂരെ നിന്ന് കുറച്ചധികം പാമ്പുകൾ കുറച്ചധികം മനുഷ്യരെ കടിച്ച് കൊല്ലുന്നു. ഇത് കണ്ട് ജിമ്മിക്ക് കാര്യം മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഷിന്നിനെയും വിളിച്ച് അവിടെ നോടാനായിട്ട് തുടങ്ങും, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാനായിട്ട്. അതേപോലെ തന്നെ ഒരു കൊച്ചു പെൺകുട്ടി ആ ഒരു സ്ഥലത്ത് നിന്ന് കരയുന്നുണ്ട്. ചുറ്റും കുറേയധികം പാമ്പുകളാണ്. ആരും ആ കുഞ്ഞിനെ മൈൻഡ് ചെയ്യുന്നില്ല. അതിന്റെ മാതാപിതാക്കളെയും കാണാനായിട്ടില്ല. അന്നേരമായിരിക്കും ഒരു അപ്പൂപ്പൻ വന്ന് കുഞ്ഞിനെ പിടിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നത്. മോളെ ഇങ്ങ് വാ, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാന്ന് പറഞ്ഞിട്ട്. ഇതേ നേരം ജിമ്മിയും അതുപോലെ തന്നെ ഷിന്നും കൂടെ ഓടി ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. അവിടെ തന്നെ ആ ഷിപ്പിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ഷിപ്പ് റിപ്പയർ ചെയ്യാണ്. ജിമ്മി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു വയ്ക്കോ, ഇവിടെ പാമ്പുകൾ ഒരുപാടുണ്ടെന്ന് പറയുമ്പോൾ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾ നിനക്ക് ഭ്രാന്താടാന്ന് പറയും. ഉടനടി ഒരു പാമ്പ് വന്ന് അയാളെ കടിച്ച് മുകളിലോട്ട് എടുക്കുകയാണ്. ഇത് കണ്ട് ജിന്നും ഷിന്നും കൂടെ അവിടെ നോടാനായിട്ട് തുടങ്ങും. ജിമ്മി ഷിന്നും കൂടെ ഓടി കുറച്ച് ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലും. അവരെല്ലാരും ഫുഡ് കഴിക്കുകയാണ്. അവരോട് പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടുള്ളാൻ പറയും. ഉടനടി കുറേയധികം പാമ്പുകൾ മുകളിൽ നിന്ന് താഴോട്ട് വന്ന് വീഴും. അതുമല്ല വലിയൊരു പാമ്പ് ഇവരെ ആക്രമിക്കാനായിട്ട് വരും. ജിമ്മി കുറച്ചധികം കുപ്പികൾ എടുത്ത് ആ പാമ്പിന് നേരെ എറിയുന്നുണ്ടെങ്കിലും അത് മാറിപ്പോകുന്നൊന്നുമില്ല. വീണ്ടും അവരെ ഉപദ്രവിക്കാനായിട്ട് ഇവരെ ഓടിച്ച് അവരുടെ പിന്നാലെ ചെല്ലുകയാണ്. പിന്നെ ആ റൂമിൽ തന്നെ മറ്റേ ആ ഒരു സ്റ്റൈലും പയ്യനും ഉണ്ടായിരുന്നു കേട്ടോ. അവനും ജിമ്മിയുടെ ഷിനിന്റെ കൂടെ ചേരുകയാണ്. ഇവരെല്ലാരും കൂടെ ഓടി ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ മുഴുവനും പാമ്പാണ്. ജിമ്മിക്ക് ഒരു ഐഡിയ തോന്നിയിട്ട് തൊട്ടടുത്തൊരു കുപ്പിച്ചില്ലുണ്ടായിരുന്നു. അത് അടിച്ചു പൊടിച്ച് അതിൽ നിന്നൊരു കോടാലി എടുക്കുന്നുണ്ട്. ഈ പാമ്പുകൾ വരുമ്പോൾ അതിനെ വെട്ടാനായിട്ട് അതെടുത്തിട്ട് തൊട്ട് സൈഡിലുള്ള പാമ്പുകളെ എല്ലാരെയും വെട്ടാനായിട്ട് തുടങ്ങും. നമ്മുടെ അപ്പൂപ്പനെയും അതുപോലെ തന്നെ കുഞ്ഞിനെയും കാണിക്കുവാണെങ്കിൽ അവരുടെ കൂടെ തന്നെ ഒരു ഡോക്ടറും കൂടിയിട്ടുണ്ട്. മുടി വളർത്തിയ കണ്ണാടി വെച്ചൊരു ഡോക്ടർ. അവര് 3 പേരും കൂടെ പാമ്പുകളുടെ ഇടയിൽ കൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട്. ഇതേ നേരം ജിമ്മിയും ടീംസും കൂടെ ഓടി കുറച്ച് ആൾക്കാരുടെ അടുത്ത് വരുന്നുണ്ട്. ഒരു 3 പേര്. അവിടെ തന്നെ ജിമ്മിയുടെ കൂട്ടുകാരനുണ്ട്. പിന്നെ വലിയൊരു ബോസ് ഉണ്ട്. ബോസിന്റെ കാമുകിയുണ്ട്. ബോസ് പാമ്പുകളെ കണ്ടതും കാമുകീനെ ഇട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോവാണ്. പിന്നീട് ജിമ്മിയും കൂട്ടരും വന്നിട്ടാണ് കൂട്ടുകാരനെയും അതുപോലെ തന്നെ ലേഡീനെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നത്. ഇവരെല്ലാരും കൂടെ ഓടി ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. അങ്ങോട്ട് 2 ടീനേജ് പ്രായമുള്ള പിള്ളേരും വരുന്നുണ്ട്. അതിൽ തന്നെ ഒരു പയ്യനും പെൺകുട്ടിയുണ്ട്. ഇവർ രണ്ടുപേരും കപ്പിൾസ് ആണ്. ഇവരെല്ലാരും കൂടെ കൂടി നിൽക്കുമ്പോൾ അതിൽ ആ ഒരു പെൺകുട്ടീനെ പാമ്പ് കടിച്ചെടുത്തോണ്ട് പോവാണ്. ആ പയ്യൻ ആ പാമ്പിന്റെ പിന്നാലെ ആ പെൺകുട്ടീനെ രക്ഷിക്കാനായിട്ട് പോകുമ്പോൾ ജിമ്മി വിടത്തില്ല. പോയിട്ട് കാര്യമില്ലാന്ന് ജിമ്മിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പയ്യനെ പിടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോവാണ് എല്ലാരും കൂടെ. ഈ ഷിപ്പിൽ തന്നെ പൈസ ഉള്ള ആൾക്കാർക്ക് നിൽക്കാനായിട്ട് ഫുൾ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു റൂമുണ്ട്. ആ റൂമിൽ കയറാനായിട്ടാണ് എല്ലാരും കൂടെ ചെല്ലുന്നത്. ആദ്യം തന്നെ ആ വലിയ ബോസ് ഡോറ് തുറന്ന് അതിനുള്ളിൽ കയറി ലോക്ക് ചെയ്യും. ബാക്കിയുള്ള ആൾക്കാർക്ക് അതിനുള്ളിൽ കയറാനായിട്ട് സാധിക്കുന്നില്ല. അവര് തുറക്ക്, ഞങ്ങളെ കൂടെ കയറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ കേൾക്കുന്നില്ല. ഇവര് നിലവിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ കുറെ അധികം പാമ്പുകൾ ആ ബോസ് ഉള്ള റൂമിൽ വന്നിട്ട് ബോസിനെ കടിച്ച് ചിഹ്നം പിന്നാക്കുകയാണ്. ബോസ് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇവർക്ക് മനസ്സിലായി ഇനി എവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടെ നോടി രക്ഷപ്പെട്ടു പോയേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് തന്നെ അവരെല്ലാരും കൂടെ ഓടാനായിട്ട് തുടങ്ങും. ഈ നേരം അപ്പൂപ്പനും ഡോക്ടറും അതുപോലെ തന്നെ കുഞ്ഞും കൂടെ ഓടി ഒരു റൂമിൽ വരുന്നുണ്ട്. അവിടെ വന്ന് ഡോർ അടച്ചിരിക്കുകയാണ്. ഇവരുടെ പിന്നാലെ പാമ്പുണ്ടായിരുന്നു. എന്നാൽ ഡോർ അടച്ചത് കൊണ്ട് തന്നെ അതിന് കയറാനായിട്ട് കഴിഞ്ഞില്ല. ആ കുഞ്ഞ് ഒരുപാട് പേടിച്ചു പോയി. അപ്പൂപ്പനാണ് വിളിച്ചിരുത്തി സമാധാനപ്പെടുത്തുന്നത്. എല്ലാം റെഡിയാവും, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ജിമ്മിയും ടീംസും കൂടെ ഓടി എഞ്ചിനൊക്കെ വെച്ചേക്കുന്ന ആ ഒരു ഹോളിൽ വരികയാണ്. അവിടെ വന്നിട്ട് അവരവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പാമ്പിനെ കാണുന്നുണ്ട് ജിമ്മി. തൊട്ട് ഫ്രണ്ടില് ഷിന്നുണ്ടായിരുന്നു. ഷിന്നിനെ പെട്ടെന്ന് പിടിച്ചിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന കോടാലി വെച്ച് ആ പാമ്പിനെ വെട്ടിക്കൊല്ലുകയാണ്. അതുപോലെ തന്നെ ഇവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ പിന്നാലെ വന്ന പാമ്പിനൊന്നും കണ്ണ് കാണില്ല. അത് ശബ്ദം വെച്ചിട്ടാണ് ഇവരെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാമ്പിനെ കാണുമ്പോൾ മിണ്ടാതിരുന്നാൽ മതി. ഇപ്പൊ വലിയൊരു പാമ്പാണെങ്കിൽ ഇവരുടെ മുകളിൽ കൂടെ അങ്ങനെ ഇഴഞ്ഞു പോകുന്നുണ്ട്.
വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവരെല്ലാരും കൂടെ പേടിച്ച് നിൽക്കും. എല്ലാരോടും ജിമ്മി മിണ്ടാതിരിക്കാൻ പറയും. ഈ പാമ്പ് അടുത്തു വരുന്ന സമയത്ത് ഇവര് മിണ്ടാത്തത് കൊണ്ട് തന്നെ അതിന് കണ്ണ് കാണില്ല. ഇവരിവിടെ ഉണ്ടെന്നുള്ള കാര്യം അതിന് അറിയത്തില്ല. ആ പാമ്പ് അവരെ കാണാത്തത് പോലെ അവിടെ നിന്ന് പോകും. ഈ പാമ്പ് പോയതും അതിനകത്ത് ആ കാമുകി ഇല്ലായിരുന്നോ, ബോസിന്റെ കാമുകി, അവളുടെ ഫോണിലോട്ട് അലാറം കേൾക്കാനായിട്ട് തുടങ്ങും. അവൾ അത് ഓഫാക്കാനായിട്ട് നോക്കുമെങ്കിലും പെട്ടെന്നൊന്നും നടക്കുന്നില്ല. ആ പാമ്പ് അവരെ പിടിക്കാനായിട്ട് പിന്നാലെ ചെല്ലുകയാണ്. എല്ലാരും കൂടെ അവിടെ നിന്ന് ഓടി ഓടി ഒരു ഏണിയുള്ള സ്ഥലത്ത് വരുന്നുണ്ട്. അതുവഴി കയറി മുകളിലോട്ട് പോകാനായിട്ട് തുടങ്ങും എല്ലാരും കൂടെ. ഈ പാമ്പ് അവരുടെ പിന്നാലെ ഓടി വരുന്ന നേരത്താണ് ജിമ്മിയും ടീംസും അപ്പൂപ്പനെയും ടീംസിനെയും കണ്ടുമുട്ടുന്നത്. ആ അപ്പൂപ്പനും ഒരു കുഞ്ഞി പെണ്ണും ഇല്ലായിരുന്നോ, അവരെല്ലാരും ഒരുമിച്ച് കണ്ടുമുട്ടുന്നത്. പിന്നീട് അവരെല്ലാരും കൂടെ ഒരുമിച്ച് ഓടാനായിട്ട് തുടങ്ങും. അങ്ങനെ എല്ലാരും കൂടെ ഓടി ഒരു ഫ്രീസർ റൂമിൽ വരുന്നുണ്ട്. അതിൽ കയറി ഡോർ അടയ്ക്കുകയാണ്. പിന്നാലെ തന്നെ പാമ്പുണ്ടായിരുന്നു. ഡോർ അടച്ചത് കൊണ്ട് തന്നെ ആ പാമ്പ് ആ ഡോറിലിട്ട് തലയിട്ടിടിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ അത് തകർത്തകത്തോട്ട് കയറി വരാനായിട്ടൊന്നും സാധിക്കുന്നില്ല. ഇവരെല്ലാരും കൂടെ തണുത്ത് വിറച്ച് അതിനുള്ളിൽ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ആ പയ്യൻ എന്തോ അവശത പോലെ അവന്റെ കയ്യിൽ എല്ലാരും കൂടെ പിടിച്ചു നോക്കുമ്പോൾ അവന്റെ കയ്യിൽ പാമ്പ് കടിയേറ്റിട്ടുണ്ട്. അവൻ എന്തായാലും മരണപ്പെട്ടു പോകും കുറച്ചധികം സമയം കഴിയുമ്പോൾ. എന്നാൽ അവന്റെ കയ്യിൽ മുറിവ് വെച്ച് കെട്ടി അവൻ അവിടെ ഇരുത്തുകയാണ്. കുറെ നേരം കഴിയുമ്പോഴും ഇവർക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനായിട്ട് സാധിച്ചില്ല. കാരണം പാമ്പ് പുറത്ത് തന്നെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മരിച്ചു പോകുന്ന ജിമ്മിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജിമ്മി ചാടി എണീറ്റിട്ട് എല്ലാവർക്കും ധൈര്യം കൊടുക്കുകയാണ്. അവൻ നാഷണൽ റെസ്ക്യൂ ടീമിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാരെയും രക്ഷിക്കാം. ഞാൻ ഈ പാമ്പിനെ ഉള്ളിലോട്ട് വിളിച്ചു കയറ്റും. ആ നേരം നിങ്ങൾ പുറത്തോട്ടിറങ്ങി ഓടണമെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ സമ്മതിക്കത്തില്ല. വേണ്ടടാ ജിമ്മി, അത് നിന്റെ ജീവൻ അപകടമാണെന്ന് പറയുമ്പോൾ ജിമ്മി നിർബന്ധിക്കും. പക്ഷെ കൂട്ടുകാരൻ ഞാൻ അത് ചെയ്യാന്ന് പറയുമ്പോൾ ജിമ്മി അത് സമ്മതിക്കത്തില്ല. എന്നാൽ ആ കുഞ്ഞി പയ്യനില് കാമുകി നഷ്ടപ്പെട്ടു പോയ ആ പയ്യൻ അവൻ വന്നിട്ട് ജിമ്മിയോട് പറയും, എന്റെ കയ്യിൽ പാമ്പ് കടിച്ചിട്ടുണ്ട്, ഞാൻ അധിക നേരം ഒന്നും ജീവിക്കത്തില്ല, ഞാൻ അത് ചെയ്യാം. എന്നാൽ ജിമ്മി അത് സമ്മതിക്കത്തില്ല. നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ട, അവിടെ പോയി ഇരുന്നു എന്ന് പറയുമ്പോൾ അവൻ മാറിപ്പോവാണ്. ജിമ്മി ഞാൻ അത് ചെയ്യാം, ഞാൻ പാമ്പിനെ അകത്തോട്ട് കയറ്റി വിടാന്ന് പറഞ്ഞു പോകും. എന്നാൽ കൂട്ടുകാരൻ അവിടെ പിടിച്ചു നിർത്തും. പെട്ടെന്ന് തന്നെ ആ കുഞ്ഞി പയ്യൻ ഓടിച്ചെന്ന് ഡോറ് തുറക്കുകയാണ്. പാമ്പിനെ അകത്തോട്ട് വിളിച്ചു കയറ്റും. അവന്റെ ഒരു ഷവലും ഉണ്ട്, അതായത് മൺമട്ടിയില് അതുകൊണ്ട് അതെടുത്ത് ശബ്ദം ഉണ്ടാക്കി ആ പാമ്പിനെ അകത്തോട്ട് വിളിച്ചു വരുത്തുകയാണ്. ഈ നേരം ബാക്കിയുള്ള ആൾക്കാരോട് അവൻ പുറത്തോട്ടിറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ട്. അവർക്ക് മനസ്സില്ലെങ്കിലും എല്ലാരും കൂടെ ആ പാമ്പ് അകത്തോട്ട് കയറി വന്ന നേരത്ത് പതിയെ പതിയെ പുറത്തോട്ടിറങ്ങി ചെല്ലും. ജിമ്മിയും പുറത്തോട്ടിറങ്ങി ചെല്ലുന്നുണ്ട്. ആ കുഞ്ഞിപ്പയ്യനെ വിളിക്കുന്നുണ്ട് പുറത്തോട്ട് വരാനായിട്ട്. പെട്ടെന്ന് തന്നെ വരാനായിട്ട് അവനെ വിളിക്കുമ്പോൾ ഈ കുഞ്ഞിപ്പയ്യൻ ഓടി വന്ന് ഡോറങ്ങ് അടയ്ക്കുകയാണ്. അവൻ പുറത്തോട്ട് വരുന്നില്ല. പിന്നീട് കുറച്ചധികം ശബ്ദങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. ഒരു പാമ്പ് ഒരു മനുഷ്യനെ വിഴുങ്ങുന്ന ശബ്ദം. ജിമ്മി ആകെ വിഷമപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. കൂട്ടുകാരൻ വന്ന് സമാധാനപ്പെടുത്തും. കുറച്ചു നേരം കഴിയുമ്പോൾ ജിമ്മിക്ക് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൂട്ടുകാരനെ വിളിച്ച് അവിടെ നിന്ന് പോകും. ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ നടന്ന് ഷിപ്പ് കൺട്രോൾ ചെയ്യുന്ന ആ ക്യാബിനിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ബോട്ട് ഓടിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് മാത്രമാണ്. അത് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ഷിന്നിനാണ്. ഷിന്നിന്റെ അച്ഛൻ ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അറിയാം. എന്നാൽ അവൾക്ക് ഈ കൺട്രോൾ എല്ലാം കാണുമ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് അറിയത്തില്ല. അവൾ ഒരുപാട് പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ജിമ്മി വന്ന് അവളെ സമാധാനപ്പെടുത്തും. ആ ഒരു ധൈര്യത്തിൽ അവൾ ഏതൊക്കെയോ സ്വിച്ച് പിടിച്ച് ഞെക്കി ഷിപ്പിന്റെ ടർബൈൻ കറക്കും. അതുകൊണ്ട് തന്നെ ഷിപ്പ് മുമ്പിലോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. അതേപോലെ തന്നെ ആ ഒരു കാമുകി അവിടെ നിൽക്കുന്ന നേരത്തെ ഒരു കാര്യം കണ്ട് ഞെട്ടുകയാണ്. എല്ലാരും കൂടെ വന്നു നോക്കുമ്പോൾ ആ രണ്ട് ക്യാപ്റ്റന്മാർ അവിടെ മരണപ്പെട്ട് കിടക്കുന്നു. അപ്പൊ മനഃപൂർവ്വം തന്നെ ആരോ ഇതിന്റെ ദിശ മാറ്റി വിട്ടതാണ് ഈ ഒരു ഐലൻഡിലോട്ട് വരാനായിട്ട്. എന്നാൽ ആരാണ് ഇത് ചെയ്തത്, ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊന്നും ഇവർക്ക് ആർക്കും അറിയത്തില്ല. ഷിപ്പ് മുമ്പോട്ട് പോകുമ്പോൾ എല്ലാരും വിശ്രമിക്കാനായിട്ട് പല സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട്. ജിമ്മി ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ കൂട്ടുകാരൻ അങ്ങോട്ട് വരുവാണ്. ജിമ്മിയോട് ചോദിക്കും, നീ എന്തുകൊണ്ടാണ് നാഷണൽ ടീമിൽ നിന്ന് റിട്ടയർ ചെയ്തതെന്ന്. എന്നാൽ ജിമ്മി പറയുന്നില്ല. അതൊരു പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞ് ഒതുക്കാനായിട്ട് നിൽക്കുമ്പോൾ കൂട്ടുകാരൻ അവനോട് പിണങ്ങുന്നത് പോലാവും. എന്തായാലും ജിമ്മി അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവർ ഷിപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഷിൻ ഒരു കാര്യം കാണുന്നതാണ്. ദൂരെയായിട്ട് ഒരു ഐലൻഡ്. എല്ലാരെയും വിളിച്ച് കാണിച്ചു കൊടുക്കും അവിടെ ആയിട്ട് ഒരു ഐലൻഡ് ഉണ്ടെന്ന്. പക്ഷെ പെട്ടെന്ന് തന്നെ ഷിപ്പിനൊരു കുലുകം. എന്താന്ന് നോക്കുമ്പോൾ പുറത്തൂടെ ഒരു പാമ്പ് ഈ ഷിപ്പിനെ ചുറ്റി വളയുന്നുണ്ട്. അതിന്റെ വാല് വെച്ച് ഈ ഷിപ്പിനെ പൊതിയാണ്. അത്രയും വലുപ്പമുള്ള പാമ്പാണ് പുറത്തു വന്ന് നിൽക്കുന്നത്. അവരെല്ലാരും കൂടെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഷിപ്പിന്റെ പുറത്തോട്ട് വരും. അവിടെ വന്നിട്ട് ജിമ്മി ആ പാമ്പിനെ കാണാനായിട്ട് ഒരു ഫ്ലെയർ ഗൺ ആകാശത്തോട്ട് കത്തിക്കുകയാണ്. അത് കത്തിയതും ഇവർ ആ പാമ്പിന്റെ രൂപം കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ കൂട്ടിലടച്ചിട്ടേക്കുന്ന ഒരു പാമ്പിനെ കണ്ടില്ലേ, ആ പാമ്പ് തന്നെ. അത് ഇവർ ഉപദ്രവിക്കാനായിട്ട് അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇവരെല്ലാരും കൂടെ ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സേഫ് ബോട്ടൊക്കെ വെച്ചേക്കുന്ന സ്ഥലത്ത് ചെല്ലും. അവിടെ വരുമ്പോൾ ജിമ്മിക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. ജിമ്മി അവന്റെ കയ്യിലിരിക്കുന്ന ഹാൻഡ് ബാഗ് എടുത്ത് ഷിന്നിന്റെ കയ്യിൽ കൊടുക്കും. ഇനിയിപ്പോ ജിമ്മി ജീവനോടെ പുറത്തു വന്നില്ലെങ്കിൽ ആ ഹാൻഡ് ബാഗ് കൊണ്ടുവന്ന് കോർട്ടിൽ കൊടുക്കണമെന്ന്. ആ ഹാൻഡ് ബാഗിൽ എന്തോ ഒരു എവിഡൻസ് ഉണ്ട് ആ കാർസി ഗ്രൂപ്പിനെതിരായിട്ട്. അതുകൊണ്ട് തന്നെ അത് ഷിന്നിന്റെ കയ്യിൽ കൊടുത്തിട്ട് ജിമ്മി അവിടെ നോടും. ഈ നേരം ബാക്കിയുള്ള ആൾക്കാർക്ക് ബോട്ട് എടുത്ത് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ജിമ്മി ഷിപ്പിന്റെ അകത്ത് കയറിയിട്ട് പല സ്ഥലത്തും പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായിട്ട് തുടങ്ങും. കാരണം ഈ പാമ്പ് ഷിപ്പിന്റെ കൂടെ കത്തുമെന്ന് വിചാരിച്ചിട്ടാണ് ജിമ്മി അങ്ങനെ ചെയ്യുന്നത്. കത്തുമെന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. എവൻ ഈ പെട്രോൾ ഒഴിക്കുന്ന നേരത്തും പാമ്പ് ചുറ്റി വരയുന്നത് കൊണ്ട് തന്നെ ആ ഷിപ്പ് കംപ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഇടുങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ജിമ്മി പെട്രോളൊക്കെ ഒഴിച്ചതിന് ശേഷം പുറത്തോട്ട് വരും. ആകാശത്തോട്ട് ഒരു ഫ്ലെയർ ഗൺ കത്തിച്ചു വിടുകയാണ്. ഈ ഫ്ലെയർ ഗൺ ആകാശത്തോട്ട് പൊങ്ങിയിട്ട് ഷിപ്പിന്റെ വേറൊരു ഭാഗത്ത് പോയി വീഴും. പെട്ടെന്ന് തന്നെ
തന്നെ തീ പിടിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു പാമ്പും അതിന്റെ കൂടെ തന്നെ കത്തുന്നുണ്ട്. ഈ കത്തുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ടീംസ് ദൂരെയായിട്ട് മാറി ഒരു സേഫ് ബോട്ടിലിരുന്ന് കാണുന്നുണ്ട്. ജിമ്മി ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും രക്ഷപ്പെട്ടു. എല്ലാവർക്കും ഒരുപാട് വിഷമാണ്. കൂട്ടുകാരനൊക്കെ ആണെങ്കിൽ നിലവിളിക്കുന്നുണ്ട് ജിമ്മി മരണപ്പെട്ടു പോയെന്ന് വിചാരിച്ചിട്ട്. ഷിന്നിന് നല്ല വിഷമാവുന്നുണ്ട്. കുറച്ചു നേരത്തെ പരിചയമുള്ളെങ്കിലും അവൾക്ക് നല്ല വിഷമാവുന്നുണ്ട്. എല്ലാവരും കറിയാണ്. എല്ലാവരും വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു കൈ എല്ലാവരും കാണുന്നത്. അത് മറ്റാരുടെയല്ല, ജിമ്മിയുടെയാണ്. ജിമ്മിനെ എല്ലാവരും കൂടെ വലിച്ച് ബോട്ടിലോട്ടിടും. അവർ സേഫ് ബോട്ടിലോട്ടിടും. എല്ലാവരും ജിമ്മിനെ കെട്ടിപ്പിടിക്കുകയാണ്. പ്രത്യേകിച്ച് ഷിന്നൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അന്നത്തെ രാത്രി എല്ലാവരും മയങ്ങിപ്പോവാണ്. പിറ്റേന്ന് രാവിലെ കണ്ണ് തുറക്കും. ആദ്യമായിട്ട് കണ്ണ് തുറക്കുന്നത് നമ്മുടെ ജിമ്മിയാണ്. ജിമ്മി കണ്ണ് തുറക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ആർക്കും ബോധമില്ല. എല്ലാവരെയും വിളിച്ചുണർത്താനായിട്ട് കൂട്ടുകാരനോട് പറയും. കൂട്ടുകാരനെ എണീറ്റിട്ട് എല്ലാവരെയും വിളിച്ചുണർത്തും. അതുപോലെ തന്നെ ഇവർ രക്ഷിക്കാത്ത കുറച്ച് ആൾക്കാരൊക്കെ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ആ ഷിപ്പിൽ നിന്ന് ജീവനോടെ കിട്ടിയ കുറച്ച് ആൾക്കാരാണ്. ഇവരെല്ലാവരും ഒരുമിച്ച് ആ ഒരു സ്ഥലത്തൂടെ നടക്കാനായിട്ട് തുടങ്ങും. അതൊരു ഐലൻഡ് ആണ്. അങ്ങനെ എല്ലാവരും കൂടെ നടന്ന് എന്തോ പ്രത്യേകതരം പാറക്കല്ലുകളുള്ള ഒരു സ്ഥലത്ത് വരുന്നുണ്ട്. ഇവരുടെ കൂടെ തന്നെ കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടോ. അവർ ഇവരുടെ കൂടെ ഉണ്ട്. ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ അതിലൊരു സ്ത്രീ താഴെ വീണ് കാല് മുറിയുന്നുണ്ട്. രക്തവും വരുന്നുണ്ട്. ഈ ഒരു സ്ത്രീ വീണത് കൊണ്ട് തന്നെ ആ ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് അടുത്തോട്ട് ചെല്ലും സഹായിക്കാനായിട്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ പാറയ്ക്കുള്ളിൽ നിന്ന് എന്തോ ഒരു മൃഗം പുറത്തോട്ട് വരും. അത് വന്നിട്ട് ഈ ലേഡീനെ കടിച്ചെടുത്തോണ്ട് പോവാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് നിന്ന് ഹസ്ബൻഡിനെയും കടിച്ചെടുത്തോണ്ട് പോകും. പിന്നെ അവരുടെ കൂടെ ഉള്ള കുറച്ച് ആൾക്കാരെ. അതിനുശേഷം അവിടെ തന്നെ സ്റ്റൈലം പയ്യൻ നിപ്പുണ്ടായിരുന്നു. എന്നാൽ സ്റ്റൈലം പയ്യനെ അത് ആക്രമിക്കുന്നില്ല. പക്ഷെ പേടിച്ചിട്ട് എല്ലാരും കൂടെ ഓടി മാറും. ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും ആക്രമിക്കുന്നില്ല. എന്താ കാര്യം എന്ന് അവർക്ക് മനസ്സിലാവത്തില്ല. അപ്പോഴാണ് ജിമ്മി ചിന്തിച്ച് നോക്കിയിട്ട് ഒരു കാര്യം പറയുക. അതായത് ആ ഒരു ജീവി ആക്രമിക്കണമെങ്കിൽ ദേഹത്ത് മുറിവ് പറ്റണം. രക്തത്തിന്റെ മണം ഉള്ളത് കൊണ്ടാണ് ആ ജീവി ആക്രമിച്ചത്, അല്ലാതെ വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ നടന്നു തുടങ്ങും. നടന്നൊരു കാട്ടിൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ നോക്കുമ്പോഴാവട്ടെ ഒരു വലിയ ടെന്റ് കാണുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് എല്ലാരും കൂടെ ആ ടെന്റിനുള്ളിലോട്ട് കയറി പോകും. അവിടെ ചെന്ന് നോക്കുമ്പോൾ കുറെ അധികം ആയുധങ്ങളുണ്ട്. കത്തി, കടാര, അതുപോലെ തന്നെ തോക്കുകൾ എല്ലാം എടുത്തു വയ്ക്കുന്നുണ്ട്. പിന്നെ അവർക്കൊരു റേഡിയോ ഡിവൈസും കിട്ടുന്നുണ്ട്. ഒരു സാറ്റലൈറ്റ് ഫോൺ, അതുപോലെ തന്നെ വോക്കി ടോക്കി പോലെയും വർക്കാവും. അത് വെച്ച് ഇവരിവിടെ ഉണ്ടെന്ന് ബാക്കിയുള്ള ആൾക്കാർക്ക് വിവരം അറിയിക്കാനായിട്ട് പറ്റും. എന്നാൽ അവർ അതിന് ശ്രമിച്ചു നോക്കുമ്പോൾ അത് നടക്കുന്നില്ല. സിഗ്നൽ കിട്ടുന്നില്ല. എന്തായാലും എല്ലാരും കൂടെ ആയുധങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിച്ചെല്ലും. അങ്ങനെ ഇവർ നടന്നു പോകുന്ന സമയത്ത് സ്റ്റൈലം പയ്യനാണെങ്കിൽ ജിമ്മിന്റെ അടുത്ത് ഓടി വരും. എന്നിട്ട് ജിമ്മിന്റെ അടുത്ത് പറയും, ഇവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വരുവാണെങ്കിൽ ഞാൻ എന്തായാലും കോർട്ടിൽ വന്ന് ആ ജെൻസി ഗ്രൂപ്പിനെതിരായിട്ട് മൊഴി തരാം. അവരെ നമുക്ക് അകത്താക്കാം. അതുപോലെ തന്നെ മറ്റേ കാമുകി പെൺകുട്ടി ഉണ്ടല്ലോ, അവള് പറയുന്നുണ്ട് അവളുടെ ജീവിത രീതി അവൾ എന്തായാലും മാറ്റുമെന്ന്. അവള് കാമുകിയൊന്നും അല്ല, ഒരു രാത്രിയിലത്തെ ആവശ്യം പോലാണ് എല്ലാവർക്കും. ആ ഒരു ജീവിത ശൈലി മാറ്റി നല്ലൊരു പെൺകുട്ടിയായിട്ട് ജീവിക്കുമെന്ന് അവളും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാരും കൂടെ നടന്നു പോകുമ്പോൾ അതിലൊരുത്തനാണെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് അവിടെ അങ്ങനെ നിൽക്കും. അവൻ ആകാശത്തോട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കാര്യം കണ്ട് ഞെട്ടുന്നുണ്ട്. എന്തോ ഒരു ശബ്ദം കേട്ട് ബാക്കിയുള്ള ആൾക്കാർ തിരിഞ്ഞു നോക്കുമ്പോഴാവട്ടെ അവന്റെ നെഞ്ചത്തൊരു കമ്പ് കുത്തിക്കേറിയിരിക്കുന്നു. പക്ഷെ അത് നോക്കുമ്പോൾ ഒരു കമ്പൊന്നും അല്ല, പകരം ഒരു എട്ടുകാലിയാണ്. ആ എട്ടുകാലിയുടെ ഒരു കാലാണത്. അത് അവനെ കുത്തി ആകാശത്തോട്ട് എടുക്കും. ഉടനടി എല്ലാരും കൂടെ പല സ്ഥലത്തായിട്ട് പോയി മറഞ്ഞിരിക്കും. അതിനെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ നേരെ ഷൂട്ട് ചെയ്യുമെങ്കിലും അതൊന്നും ആ എട്ടുകാലിക്ക് ഏൽക്കുന്നില്ല. എന്നാൽ ഈ ഒളിഞ്ഞിരിക്കുന്ന നേരത്ത് ആ ഒരു കുഞ്ഞു പെൺകുട്ടി അവിടെ ഒറ്റയ്ക്കായി പോയി. അതിനെ ആക്രമിക്കാനായിട്ട് എട്ടുകാലി കാല് പൊക്കി കുത്താനായിട്ട് ചെല്ലുമ്പോൾ അപ്പൂപ്പൻ പെട്ടെന്ന് തന്നെ തള്ളി മാറ്റാണ്. അപ്പൂപ്പന്റെ നെഞ്ചിലാണ് ആ എട്ടുകാലി കുത്തുന്നത്. അപ്പൂപ്പന് മനസ്സിലായി അപ്പൂപ്പൻ എന്തായാലും മരണപ്പെട്ടു പോകുന്നു. ഇത് കാണുന്ന ജിമ്മി ഓടി ആ കുട്ടിയുടെ അടുത്ത് ചെല്ലും. കുട്ടിയുടെ അടുത്ത് മാറിപ്പോവാനായിട്ട് പറയും. എന്നാൽ കുട്ടി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടീനെ എടുക്കും. അപ്പൂപ്പൻ കുട്ടിയോട് പോവാനായിട്ട് പറയും. ജിമ്മി കുട്ടീനെ എടുത്ത് മാറിപ്പോകുമ്പോൾ ഈ അപ്പൂപ്പന്റെ ഒരു ബോംബ് ഉണ്ടായിരുന്നു. ആ ബോംബ് എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. എട്ടുകാലി അതിന്റെ കാല് വെച്ച് ഈ അപ്പൂപ്പനെ ആകാശത്തോട്ട് എടുത്ത് പൊക്കും. ഉടനടി ബോംബ് പൊട്ടിക്കുകയാണ്. ബോംബ് പൊട്ടിച്ചതും അത് എട്ടുകാലിക്ക് താങ്ങാനായിട്ട് കഴിഞ്ഞില്ല. എട്ടുകാലി ആകെ വേദനിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. പിന്നീട് ആ കുഞ്ഞിനെ സമാധാനപ്പെടുത്തി ഇവരെല്ലാരും കൂടെ ഒരു സ്ഥലത്ത് ചെല്ലും. ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യ രണ്ട് ലേഡീസ് പാമ്പുകളുമായിട്ട് ഫൈറ്റ് ചെയ്തില്ലേ, ആ ഒരു സ്ഥലം തന്നെ. അവിടെ വന്ന് നോക്കുമ്പോൾ ഇവരൊരു കാര്യം കണ്ട് ഞെട്ടുകയാണ്. രണ്ട് അസ്ഥികൂടങ്ങൾ അങ്ങനെ താഴെ കിടക്കുന്നു. എന്തായാലും ഒന്ന് പേടിച്ചെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവര് മുമ്പോട്ട് നീങ്ങാനായിട്ട് തുടങ്ങും. അങ്ങനെ നടന്ന് കുറച്ചധികം ബിൽഡിങ്ങുകളൊക്കെ ഉള്ള സ്ഥലത്ത് ചെല്ലും. നമ്മൾ ആദ്യം കണ്ട സീനില്ലേ, അതൊക്കെ നടന്നിട്ട് കുറച്ചധികം വർഷങ്ങളായതുപോലെ. അല്ലാതെ അസ്ഥികൂടം അങ്ങനെ വരില്ലല്ലോ. എന്തായാലും ഇപ്പൊ ജിമ്മി ആ ബിൽഡിങ്ങിനുള്ളിലോട്ട് കയറി പോകാനായിട്ട് ഒരു വഴി കണ്ടുപിടിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ കൂടെ വിളിക്കും. എല്ലാരും കൂടെ അതുവഴി നടന്നകത്തോട്ട് ചെല്ലും. അങ്ങനെ അകത്തോട്ട് പരതുമ്പോൾ ആ ലാബ് അവർക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ എല്ലാം നശിപ്പിച്ച മട്ടാണ്. ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. ഇവിടെ തപ്പിയാൽ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ച് അവർ തപ്പാനായിട്ട് തുടങ്ങും. ആ നേരം നമ്മുടെ ആ ഡോക്ടർ ഇല്ലേ, മുടി വളർത്തിയ കണ്ണാടി വെച്ച ഡോക്ടർ, ആ ഡോക്ടർ ഒരു വഴി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ ഒരു സ്ഥലത്തോട്ട് വിളിക്കും. അങ്ങനെ ആ ഡോക്ടറിന്റെ പിന്നാലെ എല്ലാരും കൂടെ ചെല്ലുമ്പോൾ ചെന്ന് എത്തിപ്പെടുന്നത് ഒരു റൂമിലാണ്. ആ റൂമിൽ തന്നെ കുറെ അധികം ലിക്കറൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇത് കാണുമ്പോഴാണ് സന്തോഷമാവുന്നത്. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ഫുഡും കുടിക്കാനായിട്ട് വെള്ളവും എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാരും അന്നത്തെ രാത്രി അവിടെ വിശ്രമിക്കാന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ രാത്രി എല്ലാരും കൂടെ കുറച്ചധികം വൈനും ഡ്രിങ്ക്സും എല്ലാം എടുത്ത് പുറത്തു വന്നിരുന്ന് കുടിച്ച് അങ്ങനെ ആസ്വദിക്കും.
ആസ്വദിക്കുകയാണ്. എന്നാൽ ആ കുഞ്ഞു പെൺകുട്ടി മാത്രം ഇരുന്ന് കരയുന്നുണ്ട്. അതിന്റെ അപ്പൂപ്പൻ നഷ്ടപ്പെട്ടു പോയ വിഷമത്തിലാണ് ആ കുട്ടി. എന്തായാലും ബാക്കിയുള്ള ആൾക്കാർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ കുടിക്കുന്നുണ്ട്, കഴിയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ തന്നെ ജിമ്മി ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. അവന്റെ പേഴ്സിൽ തന്നെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ നോക്കി ആദ്യം ഒന്ന് ചിരിച്ചെങ്കിലും പിന്നീട് അവൻ കരയാനായിട്ട് തുടങ്ങും. അവന് വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു അത് ആലോചിച്ച് അവൻ അങ്ങനെ കരയും. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഷിന്നൂടെ വരുവാണ്. ഷിൻ വന്ന് അവനോട് സംസാരിക്കും. ജിമ്മി അവന്റെ വിഷമങ്ങൾ പറയാനായിട്ട് തുടങ്ങും. അവന്റെ വിഷമങ്ങൾ മറ്റൊന്നുമല്ല, ഇന്നായിരുന്നു ജിമ്മിയുടെയും അതുപോലെ തന്നെ നേരത്തെ പേഴ്സിൽ കണ്ട ആ പെൺകുട്ടിയുടെയും കല്യാണം. അത് ജിമ്മിയുടെ കാമുകിയായിരുന്നു. അവളൊരു പ്രസ് റിപ്പോർട്ടർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവൾ ഈ ഐലൻഡിനെ പറ്റി കണ്ടുപിടിച്ചു. അതോടെ അവൾക്ക് ശത്രുക്കളുടെ എണ്ണവും കൂടി. ഈ ഐലൻഡിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനായിട്ട് ഇവിടെയുള്ള ആൾക്കാർ ആ പെൺകുട്ടീനെ കൊന്നു കളഞ്ഞു. അതിന്റെ പിന്നാലെയാണ് ഷിൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് ജിമ്മി വിഷമിക്കുമ്പോൾ ഷിൻ അവനെ ഒന്ന് സമാധാനപ്പെടുത്തുന്നുണ്ട്. സാരയില്ല, എല്ലാം റെഡിയാവും. അതുപോലെ തന്നെ ഷിന്നിന്റെ സീനിയർ ആയിരുന്നു ജിമ്മിയുടെ കാമുകി. ആ ഒരു കാര്യം അവരിവിടെ സംസാരിക്കുന്നുണ്ട്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന പെൺകുട്ടിയായിരുന്നു ജിമ്മിയുടെ കാമുകി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബിയർ കുടിച്ച് വിഷമങ്ങളൊക്കെ മറക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ 2-3 ദിവസം ഈ ബിൽഡിങ്ങിൽ കാണും. കാരണം റെസ്ക്യൂ ടീം വരുന്നവരെ അവർ ഈ ബിൽഡിങ്ങിൽ സ്റ്റേ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ പാമ്പുകൾ എന്തായാലും പിടിച്ചോണ്ട് പോയി ഇവരെ കഴിച്ചു തീർക്കും. ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. എല്ലാവരും അങ്ങനെ കിടക്കുന്നുണ്ട്. എല്ലാവരും ഉറങ്ങിപ്പോയി. എന്നാൽ അതിൽ ആ മുടി വളർത്തിയ ഡോക്ടർ മാത്രം ഉറങ്ങിയിട്ടില്ല. അയാൾ ഓരോ റൂം കയറി പരതാനായിട്ട് തുടങ്ങും. അങ്ങനെ നടക്കുകയാണ്. പക്ഷെ ഇയാൾ എന്തൊക്കെയോ തമക്കുന്ന ശബ്ദങ്ങൾ ജിമ്മി കേൾക്കുന്നുണ്ട്. ജിമ്മി പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. അവനും എന്തൊക്കെയോ പരതി അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങും. ജിമ്മി നടന്നൊരു ടണലിൽ വരുന്നുണ്ട്. ഈ നേരം ഡോക്ടർ ഒരു റൂമിൽ കയറിയിട്ട് അയാൾക്ക് നേരത്തെ അറിയാവുന്നതുപോലെ അവിടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അത് പൊക്കിയിട്ട് അതിന്റെ അടിയിൽ നിന്ന് ഒരു ബുക്ക് എടുക്കുന്നുണ്ട്. ആ ബുക്ക് എടുത്ത് അത് വായിച്ചു നോക്കുകയാണ്. അതിൽ പാമ്പുകളെ പറ്റിയാണ് വിശദീകരിച്ചിരിക്കുന്നത്. അതൊക്കെ വായിച്ചിട്ട് എന്തോ പ്രാന്ത് കയറിയതുപോലെ അയാൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അയാൾക്ക് ഈ ലാബുമായിട്ട് എന്തോ ബന്ധമുള്ളത് പോലെ അറിയില്ല. അത് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഈ നേരം ജിമ്മി നടന്ന് ആ ടണലിന്റെ പുറത്ത് വന്നിട്ടുണ്ട്. അവിടെ തന്നെ എന്തോ പുകമയം ഉള്ളത് പോലെയാണ്. അവൻ അവിടെ നിൽക്കുമ്പോൾ ആ ഒരു പാമ്പ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും വലുപ്പം കൂടിയ ആ ഒരു പാമ്പ് അവനെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവൻ ആരോ തട്ടി മാറ്റാണ്. അത് മറ്റാരുമല്ല, അവന്റെ കൂട്ടുകാരൻ തന്നെയാണ്. കൂട്ടുകാരൻ തോക്കെടുത്ത് ആ പാമ്പിനെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ജിമ്മിനെ തട്ടിമാറ്റിയ നേരത്ത് ഈ പാമ്പ് അവനെ തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുറിവ് പറ്റിയിട്ടുണ്ട് കൂട്ടുകാരന്റെ ദേഹത്ത്. കൂട്ടുകാരൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. ജിമ്മിയോട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളാൻ പറയും. ജിമ്മിക്കും വേറെ മാർഗ്ഗമില്ല. ജിമ്മി പാമ്പ് ഉപദ്രവിക്കാൻ വരുന്നത് കൊണ്ട് തന്നെ ഓടുകയാണ്. ഓടി ടണലിന്റെ അടുത്ത് വരുന്നതും ഈ പാമ്പ് ടണലിനുള്ളിലൂടെ കയറാനായിട്ട് ശ്രമിക്കും. എന്നാൽ പാമ്പിന് ഒരുപാട് വലുപ്പമാണല്ലോ, അതുകൊണ്ട് തന്നെ ടണലിനുള്ളിലൂടെ കയറി വരാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു ഭാഗം പൊളിഞ്ഞു വീഴാണ്. ഈ ശബ്ദം ബാക്കിയുള്ള ആൾക്കാരെല്ലാരും മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ജിമ്മി ആകെ വിഷമിച്ച് അകത്ത് വന്ന് അങ്ങനെ കരയുകയാണ്. എന്നാൽ ലെവനെ കാണാനായിട്ട് അടുത്തോട്ട് ഷിൻ വന്നിട്ടുണ്ട്. എവന്റെ പിന്നാലെ തന്നെ ഷിൻ വന്നിട്ടുണ്ടായിരുന്നു. ഷിൻ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ മരണപ്പെട്ടു പോയ കാര്യം പറയും. എന്നിട്ടും ജിമ്മിക്ക് സങ്കടം അടക്കാനായിട്ട് കഴിയുന്നില്ല. അവൻ അങ്ങനെ നിന്ന് കരയുകയാണ്. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ മുകളിലോട്ട് കയറി ചെല്ലും. ബാക്കിയുള്ള ആൾക്കാർ കൂട്ടുകാരൻ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മറുപടിയില്ല. ഇവരങ്ങനെ നിൽക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലായി പാമ്പ് കടിച്ചെടുത്തോണ്ട് പോയെന്ന്. ആരെ? കൂട്ടുകാരാണ്. ആ നേരമായിരിക്കും ഇവരൊരു ഡിവൈസ് എടുത്തോണ്ട് വന്നില്ലായിരുന്നോ, ഒരു സാറ്റലൈറ്റ് ഡിവൈസ്. അതിൽ കൂടെ ശബ്ദം കേൾക്കുന്നത്. റെസ്ക്യൂ ടീം കുറച്ചധികം മണിക്കൂറുകൾക്കുള്ളിൽ ആ ഒരു ഐലൻഡിൽ ഇവരെ രക്ഷിക്കാനായിട്ട് വരുമെന്ന്. അത് പറഞ്ഞിട്ട് സിഗ്നലിൽ ലോസ്റ്റ് ആയി പോകും. എന്നാൽ ജിമ്മിക്കൊരു ഐഡിയ മനസ്സിലോട്ട് വരികയാണ്. അങ്ങനെ കൂട്ടുകാരനെ കൊന്ന പാമ്പിനെ വെറുതെ വിടാനായിട്ട് പാടില്ല. റെസ്ക്യൂ ടീം വരണേ മുമ്പ് ആ പാമ്പിനെ കൊല്ലണം. അതുകൊണ്ട് തന്നെ എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കും. ഈ പാമ്പിനെ കൊല്ലാനായിട്ടുള്ള ഒരു പ്ലാൻ. അങ്ങനെ പ്ലാൻ പ്രകാരം സ്റ്റൈലനും അതുപോലെ തന്നെ കാമുകിയും കൂടെ കാടിന്റെ ഒരു ഭാഗത്ത് പോയിട്ട് എന്തൊക്കെയോ മരക്കമ്പുകൾ വെട്ടി അതിന് മൂർച്ച കൂട്ടി വെക്കുന്നുണ്ട്. പിന്നെ കുട്ടീനെ നോക്കാനായിട്ട് ഒരാൾ വേണ്ടേ? അതിനൊരാള് മറ്റാരുമല്ല, അത് നമ്മുടെ ഷിൻ തന്നെയാണ്. ഷിൻ കുട്ടീനെ നോക്കി ആ ഒരു സ്ഥലത്ത് നിൽക്കും. ജിമ്മിയും അതുപോലെ തന്നെ മുടി വളർത്തിയ ഡോക്ടറും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കും. ആ പാമ്പിനെ വഴി കാട്ടി ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാനായിട്ട്. ഈ നേരം സ്റ്റൈലനും അതുപോലെ തന്നെ കാമുകിയും കൂടെ അവിടെ നിൽപ്പുണ്ട്. അവർ വിചാരിച്ചതുപോലെ തന്നെ ആ പാമ്പ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവര് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഈ പാമ്പിനെ ഓടിച്ച് ഡോക്ടറിന്റെയും അതുപോലെ തന്നെ ജിമ്മിയുടെയും അടുത്ത് എത്തിക്കണം. അതുപോലെ തന്നെ അവൻ അവിടെ നോടാനായിട്ട് തുടങ്ങും. ഈ പാമ്പ് അവന്റെ പിന്നാലെ ചെല്ലുകയാണ്. ജിമ്മി ആകെ വിഷമിച്ച് ആ സ്ഥലത്ത് വന്നിട്ട് ചെറിയൊരു കല്ല് പോലെ കൂട്ടിയിട്ട് അവന്റെ വാച്ച് ആ കല്ലിനുള്ളിൽ വെക്കുകയാണ്, കൂട്ടുകാരന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ അവൻ ഇത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ അവന്റെ പിന്നിലൂടെ വന്ന് ആക്രമിക്കാനായിട്ട് തുടങ്ങും. എന്താ മോനെ, കൂട്ടുകാരൻ മരണപ്പെട്ടു പോയതിൽ നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ജിമ്മി ഡോക്ടറിനെ തിരിച്ചടിച്ചിട്ട് അയാളോട് ചോദിക്കും, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇതിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അയാൾ പറഞ്ഞു കൊടുക്കും സത്യങ്ങളെല്ലാം. അയാളും ആ ലാബിൽ വർക്ക് ചെയ്തൊരു ഡോക്ടറായിരുന്നു. അയാളെ ബാക്കിയുള്ള ആൾക്കാർ വെടിവെച്ച് കൊല്ലാനായിട്ട് നോക്കിയപ്പോൾ നടന്നില്ല. ഇയാൾ എങ്ങനെയൊക്കെ ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. അതിനുശേഷം ഇയാൾക്ക് ഈ പാമ്പിനെ എങ്ങനെയെങ്കിലും ഈ ഐലൻഡിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകണമെന്നായിരുന്നു. ഈ പാമ്പിനെ വെച്ച് മനുഷ്യർക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. ഇയാളാണ് ഈ പാമ്പിനെ സൃഷ്ടിച്ചത് തന്നെ. എന്നാൽ ഈ എക്സ്പെരിമെന്റ് കൈവിട്ടു പോകുമെന്ന് ആ ബിസിനസ്സുകാരനെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സയന്റിസ്റ്റ്, ഈ ഡോക്ടറിനെ പിന്നീന്ന് ആ ലേഡികൾ കൊത്തിയിട്ടുണ്ടായിരുന്നു. ആ ബിസിനസ്സുകാരന്റെ
ബോഡി ഗാർഡ്സ്. അങ്ങനെ ഇയാളെ കുത്തി കൊല്ലാനായിട്ട് നിന്നപ്പോ നടന്നില്ല. ഇയാൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോയി. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഷിപ്പിൽ കയറി. ആ ഷിപ്പിലുള്ള ക്യാപ്റ്റന്മാരെ കൊന്നിട്ട് അതിന്റെ ഡയറക്ഷൻ മാറ്റിവിട്ട് എല്ലാരും കൂടെ ഈ ഐലൻഡിലോട്ട് കൊണ്ടുവന്നു. ഇയാൾക്ക് ഈ ഐലൻഡിൽ വന്ന് ആ പാമ്പുമായിട്ട് സമയം പങ്കിടാനായിട്ട്. പാമ്പുമായിട്ട് സമയം പങ്കിടാനൊന്നും പറ്റത്തില്ല, അതെന്തായാലും ഇയാളെ കൊല്ലും. ഈ പ്രാന്തായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ജിമ്മി എന്തോ കണ്ട് വിരണ്ടിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നത്. ഈ ഡോക്ടർ വിളിച്ചു പറയുന്നുണ്ട്, നീ കണ്ടോ ഞാൻ ഈ ലോകത്തിന് കീഴടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ജിമ്മി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഓടും. നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, പിന്നിലായിട്ട് ആ വലിയ പാമ്പ് അവിടെ വന്ന് നിൽപ്പുണ്ട്. ഒറ്റക്കടിയാണ്. അയാളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ജിമ്മി അവിടെ നോടാനായിട്ട് തുടങ്ങും. പിന്നാലെ തന്നെ ഈ പാമ്പും ചെല്ലും. അവിടെ തന്നെ ഒരു കൊക്കയുണ്ട്. ആ കൊക്കയിൽ നിന്ന് ജിമ്മി താഴെടുത്ത് ചാടുമ്പോൾ ഈ പാമ്പ് പിന്നാലെ എടുത്ത് ചാടും. എന്നാൽ ജിമ്മിയുടെ കയ്യിൽ ഒരു തോക്കുണ്ട്, ഒരു ആരോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന തോക്ക്. അത് ഷൂട്ട് ചെയ്ത് പാറക്കല്ലിൽ എങ്ങനെയൊക്കെ തൂങ്ങി കിടക്കും. എന്നാൽ ഈ പാമ്പ് നേരെ ചെന്ന് വീഴുന്നതാവട്ടെ, നമ്മൾ ആദ്യം കുറച്ച് മൃഗങ്ങളെ കണ്ടില്ലായിരുന്നോ, പാറപ്പുറ്റിന്ന് കുറച്ചധികം രക്തം കുടിക്കുന്ന മൃഗങ്ങൾ, അതിന്റെ കീഴിലാണ് ഈ പാമ്പ് വീണതും. അതെല്ലാം കൂടെ അതിനെ ആക്രമിക്കാനായിട്ട് തുടങ്ങും. കാരണം ഈ പാമ്പിന്റെ ദേഹത്ത് തന്നെ കുറച്ചധികം മുറിവുകൾ പറ്റിയിട്ടുണ്ട്. അതുമല്ല, ജിമ്മി കുറച്ചധികം രക്തത്തിന്റെ ബോട്ടിൽ, അവർ കളക്ട് ചെയ്ത രക്തത്തിന്റെ ബോട്ടിൽ ആ ഒരു മൃഗത്തിന്റെ ദൂരെ എറിയും. അത് ജിമ്മിയുടെ തന്നെ രക്തമാണ്, അവൻ കളക്ട് ചെയ്ത് വെച്ച രക്തം. അത് എറിഞ്ഞതോടെ പാമ്പിനെ എല്ലാരും കൂടെ വലിഞ്ഞു കീറുകയാണ്. ആ മൃഗങ്ങൾ പാമ്പിന്റെ ചോര കുടിക്കാനായിട്ട് തുടങ്ങും. പാമ്പിന് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ പാമ്പ് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. പിന്നീട് സ്റ്റൈലനും കാമുകയും ചെറിയ രീതിയിൽ സെറ്റ് ആവുന്നുണ്ട്. അവർ രണ്ടുപേരും നല്ല കൂട്ടായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജിമ്മി, ഷിന്നു പിന്നെ ആ കൊച്ചു പെൺകുട്ടിയും കൂടെ ഒരു പാലത്തിന്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. റെസ്ക്യൂ ടീമിനെ കാത്തുകൊണ്ട് ദൂരന്നായിട്ട് വലിയൊരു ഷിപ്പും വരുന്നുണ്ട് ഇവരെ രക്ഷിക്കാനായിട്ട്. പിന്നെ ഈ ജിന്നിന്റെ ഷിനിന്റെ ഇടയ്ക്ക് ചെറിയൊരു ലവ് ഫോം ആയിട്ടുണ്ട്. അവർ തമ്മിൽ ചെറുതായിട്ട് ഇഷ്ടമുള്ളത് പോലെ. കട്ട് ചെയ്താൽ ആ ഒരു ബിസിനസ്സുകാരന്റെ കാര്യമാണ് നമ്മളെ കാണിക്കുന്നത്. ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് ഇത് പുറം ലോകത്ത് എത്തിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ്സുകാരനെ പോലീസുകാരെല്ലാരും കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നോട്ടീസ് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.